ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഐഡിയ ഒരു ഫോൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു വീഡിയോ ആക്കി മാറ്റാമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ക്രിയേറ്റ് ചെയ്യാനോ ഈ മെത്തേഡ് യൂസ് ചെയ്യാവേ. ഞാനിങ്ങനെ ഉണ്ടാക്കിയ വീഡിയോസിനൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനൊരു വീഡിയോസ് ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ്സില്ലേ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലില്ലേ നിങ്ങൾക്കും സിമ്പിളായിട്ട് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടെ നിങ്ങളെ ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഉണ്ടാക്കി കാണിക്കാവേ. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ടേ നമുക്ക് ചെറിയൊരു റീൽ ഉണ്ടാക്കാം. അതിന് പറ്റിയൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അതായത് നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു പുള്ളി പറയുന്നു നിക്കി പോവല്ലേന്ന്. എന്നിട്ട് പുള്ളി പറയും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുവാന്ന് ഞാൻ പറയാം. എന്നിട്ട് പുള്ളി പറയും നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമല്ലേ. അത്രേ ഉള്ളൂ. ഇതൊരു പൊട്ട കോമഡിയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇത് മതിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഐഡിയ വെച്ച് ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഈസി വോയിസ് റെക്കോർഡർ. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിൽ പോയി ഈ ട്യൂണിങ് എടുത്തിട്ട് അതിൻ്റെ ഫോർമാറ്റ് .wav ഫോർമാറ്റ് ആക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സാമ്പിൾ റേറ്റ് ഹയസ്റ്റ് എന്നിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങാം. റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് ഈ ലിസൺ ടാബിൽ കേൾക്കാനും പറ്റും. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്തെടുത്ത വോയിസ് ആണ് ഇത്. എനിക്കിപ്പോൾ അല്ലേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമല്ലേ, പൊക്കോ. ഈ വോയിസ് നമ്മൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ പറ്റിയൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതാണ് ആ വെബ്സൈറ്റ്, അഡോബ് പോഡ്കാസ്റ്റ്. അതെടുക്കുമ്പോൾ നമുക്ക് എൻഹാൻസ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എൻഹാൻസ് ചെയ്തെടുത്ത ഓഡിയോ വെച്ച് വീഡിയോ ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേര് അലൈറ്റ് മോഷൻ എന്നാണ്. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഈ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്ത് പുതിയ പ്രോജക്റ്റ് എടുക്കുക. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ എൻഹാൻസ് ചെയ്തെടുത്ത ഓഡിയോ ഇവിടെ കൊണ്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി താഴത്തെ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷേപ്സ് മീഡിയ ഓഡിയോ, ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ തപ്പിയെടുക്കണം നമ്മൾ എൻഹാൻസ് ചെയ്തെടുത്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ എൻഹാൻസ് ചെയ്തെടുത്ത ഓഡിയോ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് ഈ ഓഡിയോ വെച്ച് ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ സൈഡിൽ താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്താൽ ഈ സൈഡിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്താൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പടം വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് വെച്ച് ഈ ഓഡിയോയ്ക്ക് അനുസരിച്ച് റഫായിട്ടൊരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഓഡിയോയ്ക്ക് അനുസരിച്ചേ നമ്മുടെ ക്യാരക്ടറിൻ്റെ പോസ് മാറ്റി മാറ്റി വരച്ചു കൊടുക്കുന്നതേ ഉള്ളേ. അങ്ങനെ മൊത്തം 4 പോസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാവേ. എനിക്കിപ്പോൾ അല്ലേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമല്ലേ, പൊക്കോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാണെന്നറിയാമോ? ഈ റഫ് ആനിമേഷൻ കുറച്ചുകൂടെ ഒന്ന് നീറ്റാക്കി എടുക്കുക. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഐബിസ് പെയിൻറ്റ്. ഐബിസ് പെയിൻറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ലേ മൈ ഗാലറിയെ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ താഴെയായിട്ട് ഈ പ്ലസ് ഐക്കൺ ഉണ്ടോ, അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 1080x1920 എന്നാക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ വരും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡിനില്ലേ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുവേ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പടം വരയ്ക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ റഫായിട്ട് വരച്ച 4 പിക്ചേഴ്സില്ലേ, അതിലൊന്നാമത്തെ പിക്ചർ നമുക്കിവിടെ വരയ്ക്കാം. ഈ ആപ്ലിക്കേഷനിലാകുമ്പോഴേ നമുക്ക് പടം വരയ്ക്കാൻ ഒരുപാട് ടൂൾസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എങ്ങനെ ഫസ്റ്റ് പിക്ചർ വരച്ച് എന്നിട്ട് താഴത്തെ ഈ പ്ലസ് ഐക്കൺ കണ്ടോ, ഇവിടുത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഫ്രെയിം ഓപ്പൺ ആയിട്ട് വരും. അവിടെ വേണം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പോസ് വരയ്ക്കുക. അങ്ങനെ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടില്ലേ 3ഉം 4ഉം പോസ് വരയ്ക്കണം. പക്ഷേ ഞാൻ വരച്ചൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ക്യാരക്ടർ ഒരു ഗേളായിപ്പോയി. പക്ഷേ സാരമില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ അല്ലേ. ഇനി നമ്മൾ ഈ ആരോ ഐക്കണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സേവ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ട്രാൻസ്പെറൻസി ഓൺ ആക്കി വെക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആവും. അങ്ങനെ നമ്മൾ 4 ഇമേജും സേവ് ആക്കാം. ഇനി ആ ഇമേജസ് എല്ലാം ഇല്ലേ വീണ്ടും അലൈറ്റ് മോഷനിൽ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഓഡിയോയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടുത്തെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനൊരു പേപ്പറിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ലേ അത് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇല്ലേ ഞാൻ അലൈറ്റ് മോഷനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീലല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നിയേ നമുക്ക് കുറച്ച് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ എഡിറ്റ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ റീൽസ് ഉണ്ടാക്കുവാണെങ്കിലേ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വീഡിയോയെ. എനിക്കിപ്പോൾ അല്ലേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുമല്ലേ, പൊക്കോ. ഇതങ്ങനെ പ്രൊഫഷണൽ ആനിമേഷൻ ഒന്നുമല്ല. പക്ഷേ എന്നെപ്പോലെ ആനിമേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ മെത്തേഡ് സിമ്പിളായിട്ട് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.